ഞാൻ ക്ലാസ് എടുത്തിട്ടുള്ള എത്ര പേരുണ്ട് ഇവിടെ? അപ്പൊ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ആക്ച്വലി കുറച്ച് ഹാബിറ്റ്സ് നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നിങ്ങളെ എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് നല്ല ശീലങ്ങൾ. പക്ഷെ നമ്മൾ അത് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ അതിന് പിന്നാലെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ ഓട്ടം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും നിർത്താനായിട്ട് കഴിയൂല. ഓരോ ദിവസവും എത്ര പേര് സന്തോഷത്തോട് കൂടിയിട്ട് നമ്മൾ ചെയ്യുന്ന ജോലിയിലേക്ക് പോകുന്നുണ്ട്. സോ ഇന്ന് ഇങ്ങനെ ഒരു സെഷൻ ആക്ച്വലി നമുക്ക് കണ്ടക്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും അല്ലെ, ഇൻക്ലൂഡിങ് എനിക്ക് തോന്നുന്നു ഈ ഹോൾ സ്റ്റേജിലിരിക്കുന്നവരെല്ലാവരും തന്നെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ശരിയല്ലേ? ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അറ്റ് ദി എൻഡ് പൈസ എന്ന് പറയുന്ന ഒരു ഫാക്ടറിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പം ഇവിടെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 20 വയസ്സ് മുതൽ മേ ബി 60+ എല്ലാ ആൾക്കാരുണ്ട്. നമ്മൾ ഈ ഒരു ഹോൾ ലൈഫിൽ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു സെഷൻ ആക്ച്വലി ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് മണി ഹാബിറ്റ്സ് ദാറ്റ് ഡിസൈഡ് യുവർ ഫ്യൂച്ചർ എന്നുള്ളതാണ്. അതായത് പൈസ എക്സാക്ട്ലി നമുക്ക് പൈസ വേണം അല്ലേ, പക്ഷെ പൈസ ഉള്ളത് കൊണ്ട് മാത്രം നമ്മൾ ആ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലോട്ട് എത്തുമോ? അതായത് നമ്മുടെ കയ്യിലേക്ക് പൈസ വരാനായിട്ട് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരിക്കാം. നമ്മൾ തന്നെ പലതും ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലേ. ഇതിലിപ്പോൾ ജോബ് ചെയ്യുന്ന എത്ര പേരുണ്ട്? ജോബുള്ള എത്ര പേരുണ്ട്? ബിസിനസ്. സോ ഇങ്ങനെ ജോലിയാണെങ്കിലും ബിസിനസ് ആണെങ്കിലും ഇനിയിപ്പോൾ ട്രേഡിങ് പോലുള്ള എന്തും ആയിക്കോട്ടെ, നമ്മൾ ആക്ച്വലി കയ്യിലേക്ക് പൈസ എത്തിക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ കയ്യിലേക്ക് പൈസ എത്തി എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ ഫിനാൻഷ്യലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു പൊസിഷനിലോട്ട് എത്തുമോ? നമുക്ക് ആക്ച്വലി എന്ത് വേണം? ഈ കയ്യിൽ എത്തിയിട്ടുള്ള ഈ ഒരു പൈസേനെ കയ്യിൽ കീപ്പ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം, വേണ്ടേ? അതായത് കയ്യിൽ മാനേജ് ചെയ്യാൻ പറ്റിയാലേ നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപക്ഷെ നമ്മൾ തന്നെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഒരു മന്തിന്റെ എൻഡ് നോക്കുന്ന സമയത്ത് ഒരുപാട് പൈസ കയ്യിലോട്ട് വന്നിട്ടുണ്ടായിരിക്കാം, പക്ഷെ നോക്കുന്ന സമയത്ത് അക്കൗണ്ട് ചിലപ്പോൾ കാലിയായിട്ടായിരിക്കാം കിടക്കുന്നുണ്ടാവുക. അപ്പൊ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ആക്ച്വലി കുറച്ച് ഹാബിറ്റ്സ് നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നിങ്ങളെ എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് നല്ല ശീലങ്ങൾ, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം മോർ ദാൻ ഒരു മോട്ടിവേഷനേക്കാൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോയി ഇന്ന് മുതൽ അല്ലെങ്കിൽ നാളെ മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. കാരണം ഈ ശീലങ്ങളാണ് ശരിക്കും നമ്മളൊരു പോയിന്റിലോട്ട് എത്തിക്കുന്നത്. ഇവിടെ കുറച്ചൊക്കെ ഒരു 6 മാസം കഴിയുമ്പോൾ നല്ലൊരു ഫിറ്റ് ബോഡിയൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്ന എത്ര പേരുണ്ട്? ഞാൻ ഭയങ്കര ഫിറ്റ് ആയിരിക്കും ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? അങ്ങനെ ആവുമെന്ന് ആഗ്രഹിക്കുന്നവര് വേണമെന്നുള്ളവരല്ല, ആവും. ഞാൻ 6 മാസം കഴിയുമ്പോൾ ഞാൻ ഫിറ്റ് ആവും, നല്ല ബോഡിയൊക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നവര് ആരുമില്ലേ? ജിമ്മിൽ പോയി തുടങ്ങിയതാ, 10 വർഷമായിട്ട് ജിമ്മിൽ പോകുന്നുണ്ടോ? അതായത് ഈ 6 മാസം കഴിയുമ്പോൾ ഫിറ്റ് ആയിരിക്കും എന്ന് പറയുന്ന ആൾക്കാർ എന്തുകൊണ്ടാണ് അങ്ങനെ ഫിറ്റ് ആവുമെന്ന് പറയുന്നത്? അവരിപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ. അതായത് അവർക്ക് 6 മാസം കഴിയുമ്പോൾ ആ ഒരു സിറ്റുവേഷനിലോട്ട് എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഹാബിറ്റ്സ് അവർക്ക് ആക്ച്വലി ഉണ്ട്. ആ ഹാബിറ്റ്സ് ഉള്ളത് കൊണ്ടാണ് അവർ ആ ഒരു പൊസിഷനിലോട്ട് എത്തുമെന്ന് പറയുന്നത്. റിച്ച് ആവണം എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഞാനുണ്ട്. അപ്പൊ നമുക്ക് ആക്ച്വലി എന്ത് വേണം? അങ്ങനെ റിച്ച് ആവണം എന്നുണ്ടെങ്കിൽ ആ ഹാബിറ്റ്സ് വേണ്ടേ? ആ ഹാബിറ്റ്സ് ഉണ്ടെങ്കിലായിരിക്കും നമുക്ക് അങ്ങനെ ആ ഒരു പൊസിഷനിലോട്ട് എത്തുന്നുണ്ടാവുക. തട്ടത്തിൻ മറയത്ത് സിനിമ കണ്ടോ നിങ്ങൾ? തട്ടത്തിൻ മറയത്ത് കണ്ടുണ്ടോ എല്ലാവരും? അതിൽ ആക്ച്വലി നിവിൻ പോളിയുടെ ക്യാരക്ടർ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ഓർമ്മ വന്നോ? സീൻ ഓർമ്മ വന്നോ? വീട് നോക്കിയിട്ട്, വീടിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കിയിട്ട് ഓർമ്മയുണ്ടോ? അതായത് മലർന്നു കിടന്ന് മാതൃഭൂമി പേപ്പർ വായിക്കാൻ മാത്രം അറിയാന്ന് അച്ഛനും പറയുന്നൊരു സീനുണ്ട് അല്ലേ. അതായത് നമ്മളെ പറ്റി നമ്മളുടെ മക്കള് അങ്ങനെ പറയാത്തൊരു സിറ്റുവേഷൻ നമ്മൾ ബിൽഡ് ചെയ്യണ്ടേ. അപ്പൊ നമുക്ക് നോക്കാം ആക്ച്വലി നമ്മൾ ഇന്ന് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ആക്ച്വലി നമ്മളുടെ നെക്സ്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയിലോട്ട് എത്തിക്കുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ആക്ച്വലി ഇന്നത്തെ സെഷനിൽ ആക്ച്വലി ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇന്ന് ഈ ഒരു പർട്ടിക്കുലർ സെഷനിന് ശേഷം നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ നിങ്ങൾക്കിത് നോട്ട് ചെയ്ത് വെച്ച് ഒരു പക്ക അങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് അല്ല, കൂടുതൽ നിങ്ങൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കാനാണ്. മേ ബി പല സ്ഥലങ്ങളിലും നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണെങ്കിൽ കൂടി ഒരു പക്ഷേ ഇത് വൺ തിങ് ഐ എം ഷുവർ, ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം, അറ്റ്ലീസ്റ്റ് ഒരു കാര്യം നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ പോലും
ഇപ്പോൾ ഉള്ള നിങ്ങളുടെ ഈ സിറ്റുവേഷനിൽ നിന്ന് വലിയ ചേഞ്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. സോ ഇവിടെ എത്ര പേര് ആക്ച്വലി നമുക്ക് കിട്ടുന്ന ഇൻകത്തിനെ നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്? നമുക്ക് വേണ്ടി എന്ന് ഞാൻ പറയുമ്പോൾ അത് നമ്മളുടെ EMI അല്ല, കുട്ടികളുടെ സ്റ്റഡീസ് അല്ല, വീടിൻ്റെ വാടകയല്ല. അതായത് നോർമലി നമ്മുടെ ഡേ ടു ഡേ ലൈഫ് മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ എല്ലാ മന്തും നമുക്ക് മേ ബി ഇപ്പോൾ മന്തിൻ്റെ ആവാറായി അല്ലേ, നമുക്ക് ഇൻകം വരുന്നുണ്ടായിരിക്കാം. നമ്മൾ ആദ്യം എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക? 5-ാം തീയതിക്ക് മുമ്പ് വാടക കൊടുക്കണം, റെന്റ് കൊടുക്കണം, EMI കൊടുക്കണം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്ത് കഴിയുന്ന സമയത്ത് നമ്മൾ ആർക്ക് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്? അല്ലെങ്കിൽ നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാ നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്ത് നിങ്ങളെ ചിന്തിച്ച് നോക്കുക. നിങ്ങളിപ്പോൾ ചെയ്യുന്ന ജോലിയോ ബിസിനസ്സോ അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ സ്കില്ല് ബിൽഡ് ചെയ്യാനായിട്ട് ട്രേഡിങ് പോലുള്ളൊരു കാര്യം എക്സ്ട്രാ എഫേർട്ട് എടുത്ത് ചെയ്തിട്ട് നമുക്ക് വേണ്ടി അറ്റ്ലീസ്റ്റ് 1 രൂപയെങ്കിലും മാറ്റി വയ്ക്കുന്ന എത്ര പേരുണ്ട്? വൺസ് അഗെയിൻ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾക്ക് പുറമെയാണ് ഗ്രേറ്റ് ഓൾമോസ്റ്റ് ഒരു 40% ആൾക്കാർ, ഞാനത് എക്സ്പെക്ട് ചെയ്തില്ല, സത്യമായിട്ട് ഞാനത് എക്സ്പെക്ട് ചെയ്തിട്ടുള്ള കാര്യമല്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പോയിന്റ് ഇവിടെ ആഡ് ചെയ്യില്ല. കാരണം ഇന്ന് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ള മിക്ക പോയിന്റുകളും നോർമലി നമ്മൾ കേൾക്കാത്ത അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾ ഡിഫറെൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾക്ക് കിട്ടുന്ന ഒരു ഇൻകം, അത് ഈവൻ ഒരു 100 രൂപ ആയിക്കോട്ടെ, അത് ആക്ച്വലി നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെച്ചെങ്കിൽ മാത്രമേ നാളെ എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് നമ്മളെ പുഷ് ചെയ്യാനായിട്ടൊരു കാര്യം ഉണ്ടാവുള്ളൂ. ശരിയാണോ? ഓരോ ദിവസവും എത്ര പേര് സന്തോഷത്തോട് കൂട്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ജോലിയിലേക്ക് പോകുന്നുണ്ട്? നമുക്ക് മേ ബി ഒരു എക്സ്റ്റേണൽ മോട്ടിവേഷൻ എന്തുകൊണ്ടാണ് കണ്ടിന്യൂസ്ലി ചെയ്യേണ്ടി വരുന്നത്? ബിക്കോസ് നമ്മൾ പ്രത്യേകിച്ച് അതിൽ നമുക്കായിട്ടൊന്നും നേടാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം അല്ലേ? സോ ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമുക്ക് വേണ്ടി ഫസ്റ്റ് തിങ് നമുക്ക് വേണ്ടി എന്തെങ്കിലും നമ്മൾ മാറ്റി വെക്കണം എന്നുള്ളത്. പക്ഷെ അതൊരിക്കലും ഞാൻ മീൻ ചെയ്യുന്നത് ലാവിഷായിട്ട് സ്പെൻഡ് ചെയ്യണം എന്നല്ല കേട്ടോ. ഒരിക്കലും അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അതായത് നമുക്ക് വേണ്ടി എന്ന് പറഞ്ഞ് കിട്ടുന്ന സാലറി മൊത്തം നമുക്ക് വേണ്ടിയായിട്ട് മാറ്റി വെക്കണം എന്നല്ല. ഇവിടെ അറ്റ്ലീസ്റ്റ് 2 രീതിയിലെങ്കിലും നിങ്ങൾ കാര്യങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. നമുക്ക് വേണ്ടി എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ പ്രസന്റ് ലൈഫിന് പുറമെ, അത് ഇപ്പോഴത്തെ സിറ്റുവേഷന് പുറമെ ഫ്യൂച്ചറും ഉണ്ട് നമുക്ക് ഇല്ലേ? നാളെ എന്ന് പറയുന്ന ഒരു ലൈഫും നമുക്കുള്ളതാ. അപ്പോൾ ഈവൻ നമ്മൾ ഈ 2 കാര്യങ്ങൾക്കും വേണ്ടിയിട്ട്, ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു 1000 രൂപയാണ് നിങ്ങളുടെ ഇൻകത്തിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റുന്നതെങ്കിൽ അതിലൊരു 500 റുപ്പീസ് നിങ്ങൾ ഇന്നത്തേക്ക് വേണ്ടി സ്പെൻഡ് ചെയ്താൽ കൂടി ബാക്കി ആ 500 റുപ്പീസിനെ നാളെ എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് നിങ്ങൾ സേവ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾക്കത് ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിയിലും കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാ. ബിക്കോസ് ഇന്നത്തെ ഒരു പോയിന്റിന് പുറമെ, നമ്മുടെ ഇന്നത്തെ ഈ ഒരു ലൈഫിന് പുറമെ നാളെ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടാകുമ്പോൾ ഇന്ന് നമ്മൾ മാറ്റിവെക്കുന്ന എമൗണ്ട് പ്രസന്റ് ലൈഫിന് സ്പെൻഡ് ചെയ്യുന്ന പോലെ തന്നെ ഫ്യൂച്ചർ ലൈഫിനും കൂടി സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരു പോയിന്റ് വരെ നമുക്ക് ഒരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരില്ല. നമ്മുടെ ഇന്നത്തെ കാര്യങ്ങൾ മുന്നോട്ട് പ്രോപ്പറായിട്ട് പോകുന്നുണ്ടാവും. എത്ര പേർക്ക്, ഇപ്പോൾ ചെയ്യാത്ത എത്ര പേർക്ക് ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് പറ്റും? ഒരു 40% ആൾക്കാരോ, ഒരു പകുതിയുടെ അടുത്ത ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. വളരെ നല്ല കാര്യം. ചെയ്യാത്ത ആൾക്കാർക്ക് ഇത് ചെയ്യണം എന്ന് തോന്നുന്നുണ്ടോ? സത്യത്തിൽ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇല്ലേ? എത്ര പേര് ചെയ്യും? ചെയ്യാത്തവര് എത്ര പേര് ചെയ്യും? വെറുതെ പറയണ്ട, നിങ്ങൾക്ക് ആക്ച്വലി പറ്റുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ആർക്കും പറ്റില്ലേ? അതായത് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഇൻകം മൊത്തം മാറ്റി വയ്ക്കണം എന്നല്ല. നിങ്ങൾക്ക് മേ ബി നിങ്ങളുടെ ഇൻകത്തിന്റെ 1% ആണ് മാറ്റി വയ്ക്കാൻ പറ്റുന്നെങ്കിൽ പോലും അത് നിങ്ങൾക്കൊരു ശീലമാക്കി ബിൽഡ് ചെയ്യാൻ പറ്റുന്നതാ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 6 മാസം കഴിയുമ്പോൾ നല്ലൊരു ഫിറ്റ് ബോഡി ഉണ്ടാവും എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? അവര് ഇന്ന് ചിലപ്പോൾ ജിമ്മിന് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ ബിൽഡ് ചെയ്യുന്നേ ഉണ്ടാവുള്ളൂ. സോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിനെ വലിയ രീതിയിൽ ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷെ ഗ്രാജുവലി നമുക്കതിനെ സ്കെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മളത് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഫസ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ആയിട്ട് ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് വേണ്ടി നമ്മളെയാണ് ഏറ്റവും ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. നമ്മളെല്ലാവരെയും കൺസിഡർ ചെയ്യുന്നുണ്ടായിരിക്കും, തീർച്ചയായിട്ടും അത് വേണ്ടതാണ് നമ്മളൊരു ഫാമിലി ആയിട്ട് ജീവിക്കുന്ന സമയത്ത്. പക്ഷേ അതേ ഇമ്പോർട്ടൻസ് നമുക്കും ആക്ച്വലി കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്.
ഇനി ഇപ്പോൾ ഈ കൈപൊക്കിയ ആൾക്കാരൊക്കെ നാളെ ചോദിക്കുകയാണെങ്കിൽ പറയാൻ പോകുന്നൊരു കാര്യം എന്താണെന്നറിയോ? നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോന്ന് ചോദിക്കുമ്പോൾ എന്തായിരിക്കും? സ്റ്റാർട്ട് ചെയ്തോ, ഇപ്പൊ പറഞ്ഞ കാര്യം ചെയ്തു തുടങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ പറയാൻ പോകുന്നുണ്ടാവുക, ഇല്ല ഞാനത് മറന്നുപോയിന്നായിരിക്കും. ആണോ? എത്ര പേര് പൈസ സേവ് ചെയ്യാനായിട്ടും പൈസ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടും മറന്നു പോകുന്നവരുണ്ട്? നല്ല ആഗ്രഹമുണ്ട്, മറന്നു പോകുന്ന എത്ര പേരുണ്ട്? എല്ലാവരും ഓർത്തിരുന്ന് ചെയ്യുന്നുണ്ട്? പൊക്കിക്കോ പൊക്കിക്കോ പൊക്കിക്കോ. എത്ര പേര് മറന്നു പോകുന്നുണ്ട്? മറവി എല്ലാവർക്കും നമുക്കൊരു വലിയൊരു പ്രശ്നമാണ് അല്ലേ? പക്ഷേ ഇവിടെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ മറവിക്ക് നമുക്കൊരു സൊല്യൂഷൻ ഉണ്ട്. എന്താ? ഇന്ന് ഇത്രയും ടെക്നോളജി ഡെവലപ്പായി നിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടോ സേവ് ചെയ്യാനായിട്ടോ നമ്മൾ മറന്നു എന്ന് പറയുമ്പോൾ അതിന് ഏറ്റവും വലിയൊരു സൊല്യൂഷനാണ് അത് ഓട്ടോമേറ്റ് ചെയ്യാന്ന് പറയുന്നത്. എത്ര പേർക്ക് അറിയാം ഇങ്ങനെ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്? ചെയ്യുന്നുണ്ടോ? എല്ലാവരും. പക്ഷെ ഞാൻ എടുത്ത എല്ലാ പോയിന്റ്സും മാറിപ്പോകുന്നൊന്നും അല്ലേ? അപ്പോൾ ഇങ്ങനെ ഇനി ചെയ്യാൻ അറിയില്ല അല്ലെങ്കിൽ കേട്ടിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഒരു കാര്യം, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്സ് നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാം. ജസ്റ്റ് നമ്മളൊരു വൺ ടൈം ആയിട്ട് ഓട്ടോ പേ എനേബിൾ ചെയ്ത് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി ഇൻവെസ്റ്റ്മെന്റ്സ് കംപ്ലീറ്റ് ആവും. ഓൾമോസ്റ്റ് ഉള്ള എല്ലാ ബില്ലും EMI ആണെങ്കിലും ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാം. അതായത് നമ്മളുടെ ഇൻവോൾവ്മെന്റ് ഇല്ലാതെ ഓട്ടോമാറ്റിക്കലി ഇതെല്ലാം കംപ്ലീറ്റ് ആവുന്നതാ. അപ്പോൾ നിങ്ങൾക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കും, അടുത്ത മാസം തൊട്ട് എനിക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം, അടുത്ത മാസം തൊട്ട് എനിക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറയുമ്പോൾ അത് ആ മറവിയാണ് നിങ്ങളുടെ കാരണമെങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നതിനെ ഓട്ടോമേറ്റ് ചെയ്യാന്നുള്ളതാണ്. ഓട്ടോമേറ്റ് ചെയ്താൽ തന്നെ പിന്നീട് നിങ്ങൾ മറന്നോ, ഓട്ടോമേറ്റ് ചെയ്ത കാര്യം പോലും മറന്നോ, ഓട്ടോമാറ്റിക്കലി അതവിടെ ബിൽഡായി പോയിക്കോളൂ. നിങ്ങൾക്ക് നാളെ ഒരു അത്യാവശ്യം വരുന്ന സമയത്ത് അതെടുത്ത് യൂസ് ചെയ്യാനും കഴിയുന്നതാണ്. തേർഡ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അനദർ തിങ്, ട്രേഡിങ്ങിലോട്ട് വരുന്ന സമയത്ത് തന്നെ ഇപ്പൊ മിക്ക സമയത്തും സ്പെഷ്യലി ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവാൻ പോകുന്നൊരു വലിയൊരു കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ, എത്ര രൂപയാണ് ഞാൻ സ്റ്റോപ്പ് ലൂസ് വെക്കുക, എത്ര രൂപയാണ് ഞാൻ ടാർഗറ്റ് വെക്കുക, എനിക്ക് എത്ര രൂപ പ്രോഫിറ്റ് വേണം അല്ലേ? ചിലപ്പോൾ നമ്മുടെ കയ്യിലുള്ള ക്യാപിറ്റൽ ചിലപ്പോൾ 10,000 റുപ്പീസ് ആയിരിക്കാം. പക്ഷെ നമ്മൾ അതിനെ മെഷർ ചെയ്യുന്ന രീതി കുറച്ച് ഡിഫറെൻ്റാണ്. നമ്മൾ എങ്ങനെയായിരിക്കും മെഷർ ചെയ്യുന്നുണ്ടാവുക? റുപ്പീസ് ടേംസിലായിരിക്കും അല്ലേ? എനിക്ക് 500 രൂപ പ്രോഫിറ്റ് വേണം, 1000 രൂപ പ്രോഫിറ്റ് വേണം. ഈ ഒരു രീതിയിലായിരിക്കും നമ്മളിതിനെ ചിന്തിക്കുന്നുണ്ടാവുക. ഒരു കാര്യം നമുക്ക് സ്കെയിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഓക്കെ, അതായത് എന്തായിക്കോട്ടെ, സ്കെയിൽ ചെയ്യാൻ ദ സെൻസ് ഇപ്പം ചെയ്യുന്ന അതേ കാര്യത്തിനെ വലുതാക്കി നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളതിനെ കുറച്ചും കൂടി നല്ല രീതിയിൽ എയ്തർ റേഷ്യോസിന്റെ പെർസ്പെക്റ്റീവിലോ അല്ലെങ്കിൽ പേഴ്സൻറ്റേജ് ടേംസിലോ ചിന്തിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലാത്ത പക്ഷം നമുക്കതിനെ സ്കെയിൽ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എനിക്ക് 10,000 റുപ്പീസാണ് എൻ്റെ മന്ത്ലി ഇൻകം എന്ന് വിചാരിക്കുക. 1000 രൂപയാണ് ഞാനതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നാളെ ഞാൻ 50,000 ഇൻകം ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് എത്ര സേവ് ചെയ്യണം അല്ലെങ്കിൽ എത്ര സ്പെൻഡ് ചെയ്യണം, എന്തിനാ ബേസ് ഞാൻ ഡിസൈഡ് ചെയ്യുന്നത്? ഇന്ന് എനിക്ക് കിട്ടുന്ന ഇൻകത്തിൽ എത്ര എമൗണ്ട് ഞാൻ വെറുതെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, എത്ര എമൗണ്ട് ഞാൻ ഫാമിലിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഇത് ആക്ച്വലി നമുക്ക് റുപ്പീസിൽ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റില്ല. അത് എത്രത്തോളം അലോക്കേഷൻ വരുന്നുണ്ട് ഓരോന്നിനും. ഇൻവെസ്റ്റ്മെന്റ്സിന്റെ കേസ് മാത്രമല്ല പറയുന്നത്, ഇൻവെസ്റ്റ്മെന്റ്സ് ആണെങ്കിലും ഇനിയിപ്പോൾ എക്സ്പെൻസസ് ആണെങ്കിലും നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് എന്തിന് ഏതൊക്കെ കാര്യങ്ങൾക്കാണെന്ന് അറ്റ്ലീസ്റ്റ് അതിൻ്റെ ഒരു പേഴ്സൻറ്റേജ് സെൻസിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി മനസ്സിലാക്കാൻ പറ്റും ഇൻകത്തിൻ്റെ എത്ര ശതമാനം നമ്മൾ ഓരോന്നിനും വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈസിലി ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഹാബിറ്റാണ്. എന്ത്? എല്ലാം റേഷ്യോസിൽ അല്ലെങ്കിൽ പേഴ്സൻറ്റേജിൽ ചിന്തിക്കുക. ഈവൻ ട്രേഡിങ്ങിലോട്ട് വരുന്ന സമയത്ത് പറയുന്നത് അതെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ട്രേഡിങ്ങിൽ 1000 രൂപ പ്രോഫിറ്റ് കിട്ടി എന്ന് പറയുമ്പോൾ ചിന്തിച്ചു നോക്കുക, നിങ്ങൾ അവിടെ യൂസ് ചെയ്ത ക്യാപിറ്റൽ എന്ന് പറയുന്നത് 10 ലക്ഷം ആണെങ്കിൽ അതൊരു വലിയ പ്രോഫിറ്റ് ആണോ? 10 ലക്ഷം രൂപ ക്യാപിറ്റലിനെ ചിന്തിക്കുമ്പോൾ 1000 രൂപ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമാണ് അല്ലേ? അപ്പോൾ എന്തും നമുക്കതിൻ്റെ ആക്ച്വൽ റിയാലിറ്റിയിലോട്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിലും അതിനെ സ്കെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിലും ഈസിലി ചെയ്യാൻ പറ്റുന്ന കാര്യം അതിനെ അറ്റ്ലീസ്റ്റ് ഒരു റേഷ്യോ പെർസ്പെക്റ്റീവിൽ പേഴ്സൻറ്റേജ് പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുക. അത് എത്ര ചെറുതും ആയിക്കോട്ടെ. നിങ്ങൾക്ക് ഇപ്പോൾ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ നിങ്ങളുടെ ഇൻകത്തിൻ്റെ 10% നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ എന്ന് വിചാരിക്കും. ഫോർ എക്സാമ്പിൾ 2000 രൂപയെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ എന്ന് വിചാരിക്കും. അടുത്തൊരു 20 വർഷം നിങ്ങൾ 2000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്താൽ സംതിങ് 4,80,000 രൂപയായിരിക്കും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അത് എത്ര രൂപയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്?
വെറും 2000 രൂപ വെച്ചാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്കിൽ കൂടി ആ ഇൻവെസ്റ്റ്മെന്റ്സ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്തു തരുന്ന റിട്ടേൺസ് എന്ന് പറയുന്നത് 5 ഇരട്ടിയോളാണ്. സോ ഞാൻ ആക്ച്വലി പറഞ്ഞു വരുന്നത് എന്താ, നിങ്ങളുടെ ഇൻകം എത്ര ചെറുതോ എത്ര വലുതോ ആയിക്കോട്ടെ, അതിൽ നിങ്ങൾക്ക് കാപ്പബിൾ ആയിട്ടുള്ള എമൗണ്ടിനെ നിങ്ങൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ അതുകൊണ്ട് ഉണ്ടാകുന്ന ലോങ് റണ്ണിലുള്ള ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ വലിയൊരു ഇമ്പാക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പഠിക്കുന്നുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇൻകത്തിന്റെ 10% മാറ്റിവെക്കുന്നെങ്കിൽ പോലും അതൊരിക്കലും ഒരു ചെറിയ കാര്യമില്ല. അതിനൊരു ലോങ് ടേം പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുന്ന സമയത്ത് അതൊരു വലിയ ഇമ്പാക്റ്റ് തന്നെയായിരിക്കും നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരുന്നുണ്ടാവുക. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇപ്പൊ പറഞ്ഞ ഈ 3 കാര്യങ്ങളാണെങ്കിലും ഒരു പക്ഷേ വളരെ സിമ്പിളാണ്, വളരെ ചെറിയ കാര്യമാണെന്ന് തോന്നുന്നുണ്ടായിരിക്കാം. പക്ഷെ നമ്മളൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താ, വലുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോഴായിരിക്കും നമുക്ക് എപ്പോഴും മടിയും പേടിയും ടെൻഷനും ഒക്കെ ഉണ്ടാവുക. ചെറിയ രീതിയിൽ മൂവ് ചെയ്യുന്ന സമയത്ത് ഇത് ചെന്നെത്തിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഇത് തരുന്ന റിസൾട്ട്സ് എന്ന് പറയുന്നത് വളരെ വലിയ റിസൾട്ടാണ്. 4th വൺ, ഇത് ഞാൻ എല്ലാവരോടും അങ്ങോട്ടൊരു എന്താ പറയുക അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇതിനു വേണ്ടി ഒരു എഫേർട്ട് എടുത്തിട്ടുണ്ടെന്നുള്ളത് വളരെ വലിയ കാര്യമാണ്. കാരണം നമ്മുടെ ഇപ്പോൾ ഉള്ള ഇൻകത്തിൽ മാത്രം നിന്നുകൊണ്ട്, അല്ലെങ്കിൽ കയ്യിൽ വന്ന പൈസേനെ, ഞാനിപ്പോൾ പറഞ്ഞ 3 കാര്യമാണെങ്കിലും കയ്യിൽ വന്ന പൈസേനെ മാനേജ് ചെയ്യേണ്ടതാണ്. പക്ഷേ ഈ കയ്യിൽ വന്ന പൈസ മാനേജ് ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുമോ? ഇപ്പോൾ അതേ ലൈഫ് സ്റ്റൈൽ കിട്ടിയേക്കാം. ഇപ്പോൾ ആ ലൈഫ് സ്റ്റൈലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് എനിക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കയ്യിൽ വന്ന ഇൻകത്തിനെ മാനേജ് ചെയ്യുന്നതിൻ്റെ കൂടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റണം, കൂടുതൽ ഇൻകം സോഴ്സസ് ബിൽഡ് ചെയ്യാനും പറ്റണം. സോ ഇപ്പോൾ ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ, നിങ്ങളുടെ ആക്ച്വൽ പ്രൊഫഷന് പുറമെ നിങ്ങൾ അത് അവിടെ ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പാരലലി നിങ്ങളുടെ ഓൺ പ്രൊഫഷനിൽ ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ അതിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഓരോ പീരീഡിലും, ഓക്കെ, ഇത് പെട്ടെന്ന് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. സത്യത്തിൽ ടൈം എടുത്തിട്ടായിരിക്കും. അറ്റ്ലീസ്റ്റ് ഒരു 1 ഇയർ ഗ്യാപ്പിൽ 2 ഇയർ ഗ്യാപ്പിൽ എന്തെങ്കിലും ഒരു ചെറിയ ആക്ഷൻ നിങ്ങൾ അതിന് വേണ്ടി എടുക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. കാരണം ഒരു പോയിന്റിൽ മേ ബി നമ്മൾ വളരെ ഒരു കംഫർട്ടിൽ, അല്ലേ, നമുക്കൊരു സ്റ്റേബിൾ ഇൻകം സോഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് പോകുന്നുണ്ടായിരിക്കാം. പക്ഷെ അതുകൊണ്ട് മാത്രം നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല. തീർച്ചയായിട്ടും ഈവൻ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി, ട്രേഡിങ്ങിന്റെ ഒരു കൈൻഡ് ഓഫ് ഒരു ലാസ്റ്റ് 3 ഇയേഴ്സ് ആയിട്ട് എത്ര പേര് ട്രേഡ് ചെയ്യുന്നുണ്ട്? ലാസ്റ്റ് 3 ഇയേഴ്സ് ആയിട്ട്. സോ ട്രേഡിങ്ങിന് കുറച്ച് കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൽ ഒരുപാട് അൺസർട്ടൈനിറ്റി ഉണ്ട്, അല്ലേ? അതായത് ഒരേ റിസൾട്ട് എല്ലാ മാസവും ഒരേ പ്രോഫിറ്റോ അല്ലെങ്കിൽ എല്ലാ ഇയറിലും അതേ റിസൾട്ട് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവിടെ വലിയൊരു അൺസർട്ടൈനിറ്റി മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ അതിന് കൂടെ തന്നെ പാരലൽ നമുക്ക് എന്തൊക്കെ സോഴ്സസ് ബിൽഡ് ചെയ്യാൻ പറ്റുമോ, ഈവൻ ദോ നിങ്ങൾ ട്രേഡിംഗ് ആണ് മേജറായിട്ട് ഫോക്കസ് ചെയ്യുന്നെങ്കിൽ കൂടി ബിൽഡ് ചെയ്യാൻ പറ്റുമോ, അത് ബിൽഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി സ്റ്റെബിലിറ്റി കൂടുകയും നമുക്ക് നമ്മുടേതായിട്ടുള്ള ബാക്കി കാര്യങ്ങളെ ഫോക്കസ് ചെയ്യാനും കഴിയുന്നതാണ്. ഈ പറഞ്ഞ 4 കാര്യങ്ങളും നിങ്ങൾക്കായിട്ട് എടുത്ത് നിങ്ങളുടേതായിട്ടുള്ളൊരു ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതിലേതെങ്കിലും ഒരു പോയിന്റെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു കാര്യമെങ്കിലും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പാണ് അത് തരുന്ന ഇമ്പാക്ട്, നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്ന് പറയുന്നത് വളരെയധികം വലിയ കാര്യം തന്നെയാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് മേ ബി എത്ര പേര് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അറിയില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് ഇപ്പൊ പറഞ്ഞ 4 കാര്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ടുള്ള കാര്യമാണെങ്കിൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നമ്മളുടെ പേഴ്സ്പെക്റ്റീവിലുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് ചിന്തിക്കേണ്ട ഒരു കാര്യതപരിയാണ്. ബിൽഡ് അസെറ്റ്സ് നോട്ട് ഇമേജ്. അത് ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഇവിടെ കരിയറിന്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിലിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ കുറച്ച് ഏജ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു പക്ഷേ എനിക്കറിയില്ല, എന്തായാലും അവർക്ക് അതിനെ പറ്റിയിട്ട് നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇപ്പൊ ഞാനാണെങ്കിലും നമ്മുടെ കരിയറിന്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഉണ്ടാകുമ്പോൾ ഭയങ്കര ഒരു വലിയൊരു എന്താ പറയുക ലിമിറ്റേഷനിൽ നിന്ന് നമ്മൾ നേരെ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. അതായത് ഒരു ജോലിക്ക് കയറാണെന്ന് വിചാരിക്കാം, ലൈക്ക് മേ ബി ഒരു 23-24 വയസ്സിൽ ജോലിക്ക് കയറുന്ന സമയത്ത് അതുവരെ ഉണ്ടായിരുന്ന സ്കൂൾ കോളേജിന്റെ ടൈം ലിമിറ്റേഷൻ, ഇൻകം ലിമിറ്റേഷൻ, അല്ലേ, കോളേജിൽ പഠിക്കുന്ന സമയത്താണെങ്കിലും ഇൻകം ഇല്ല എന്നൊക്കെ പറയുന്ന ആ ഒരു ലിമിറ്റഡ് സ്പേസിൽ നിന്ന് പെട്ടെന്നൊരു ജോലി പോലുള്ള കാര്യങ്ങളും പെട്ടെന്നൊരു ഇൻകം പോലുള്ള കാര്യങ്ങൾ കയ്യിലോട്ട് വരുമ്പോൾ കൂടുതലും നമ്മൾ സ്പെൻഡ് ചെയ്യാൻ സാധ്യത അത് പുറത്തേക്ക് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. കൂടുതൽ ലൈബിലിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു പോയിന്റ് വരെ ഇനീഷ്യലി ഉണ്ടാവുന്ന ഇൻകത്തിനെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടാവുക. കൂടുതൽ സാധനങ്ങൾ, മേ ബി മൊബൈൽ ഫോൺ ആയിരിക്കാം, അതായിരിക്കാം, ഇതായിരിക്കാം, ഇതൊക്കെ നമുക്ക് അത്യാവശ്യമുള്ള കാര്യമാണെങ്കിൽ കൂടി ആ ലിമിറ്റേഷനിൽ നിന്ന്, നമ്മുടെ ലിമിറ്റേഷൻ എന്താണോ അതിനപ്പുറത്ത് നിന്നിട്ടായിരിക്കും നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ഗ്രാജുവലി ഇതെന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക,
ഗ്രാജുവലി ഇത് ലൈഫ് ലോങ് ഒരു വലിയൊരു കെണിയിലേക്ക് നമ്മൾ എടുത്ത് ചാടുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും. കാരണം കരിയറിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരുപാട് കടങ്ങളും ഒരുപാട് EMIs പിന്നെ മൊത്തം ലൈഫ് അങ്ങനെയായിരിക്കും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക അല്ലേ. ആ ഒരു EMI സോട്ടേന് അടുത്ത EMI ആയിരിക്കും, അല്ലെങ്കിൽ അടുത്തതിലേക്ക് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരിക്കും. തീർച്ചയായിട്ടും ലൈഫിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കായിട്ടുള്ള കാര്യങ്ങൾ വേണ്ടി വരും. അതിന് ലോണും പോലുള്ള കാര്യങ്ങൾ എടുക്കേണ്ടി വരും. ലോൺ എടുക്കുന്നതോ EMI ഇതൊക്കെ പൊട്ടയാണെന്നല്ല, ഇത് തീർച്ചയായിട്ടും അതൊക്കെ ഫെസിലിറ്റി ഇതൊന്ന് വെച്ചിട്ടുള്ളത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മളുടെ ഒരു ലിമിറ്റേഷനിൽ ഇരുന്നു കൊണ്ട് തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു പൊട്ടൻഷ്യൽ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിനു വേണ്ടി ആക്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ അറ്റ്ലീസ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇനീഷ്യലി എങ്കിലും ലൈബിലിറ്റീസ് കൂടുന്നതിനേക്കാൾ അസെറ്റ്സിലോട്ട് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. അത് നോളജ്, തീർച്ചയായിട്ടും ഞാൻ അതിനൊരു അസെറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത്. നമുക്ക് നോളജ് ആണെങ്കിലും അല്ലെങ്കിൽ ബാക്കിയുള്ള എന്തൊരു ഫിസിക്കൽ അസെറ്റ്സ് ആണെങ്കിലും എന്തുമാത്രം ലൈബിലിറ്റീസ് അവിടെ കൂടുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ അതിനെ കൂടുതൽ ഷോ ഓഫ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനു വേണ്ടി കൂടുതൽ സ്പെൻഡ് ചെയ്യാനോ ശ്രമിക്കാതെ നമുക്കായിട്ട് എന്തെങ്കിലും ബെനഫിറ്റ് തരുന്ന കാര്യങ്ങളെങ്കിലും ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അറ്റ് ദി എൻഡ് നമ്മൾ അതേ ലക്ഷറി ലൈഫിലോട്ട് എത്തിച്ചേരാനായിട്ട് കഴിയുന്നതാ. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിനു വേണ്ടി നമ്മൾ നോക്കേണ്ടതെന്ന് പറയുന്നത് നെറ്റ്വർത്ത് എന്ന് പറയുന്നൊരു കാര്യമാണ്. അതായത് നമ്മുടെ ആക്ച്വലി നെറ്റ്വർത്ത് എന്താണ് എന്ന് പറയുന്നത് ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ? നമ്മളുടെ ഓൺ നെറ്റ്വർത്ത് എന്താണെന്നുള്ളത് നോക്കിയിട്ടുണ്ട്? ഗ്രേറ്റ്. ദെൻ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാവോ? നെറ്റ്വർത്ത് എന്താണെന്നുള്ളത്. അത് ചെറുതോ വലുതോ ആയിക്കോട്ടെ, നോ മാറ്റർ. സി, എങ്ങനെയാണ് നമ്മുടെ ഒരു ഫിനാൻഷ്യലി നമ്മൾ പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്, വളരുന്നുണ്ടെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുക? അതായത് അസെറ്റ്സ് നമുക്ക് അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഫിനാൻഷ്യലി നമ്മൾ ഗ്രോ ചെയ്യുന്നുണ്ടോ. അതിൻ്റെ കൂടെ ആഡ് ഓൺ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മളിപ്പോൾ എങ്ങനെയാണ് മെജോറിറ്റി ആൾക്കാർ നമ്മളുടെ ഒരു ഞാൻ ഫിനാൻഷ്യലി സെറ്റായി എന്ന് നമ്മൾ എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പറയുന്നുണ്ടാവുക? ഇൻകം കൂടുന്നതല്ലേ? സത്യത്തിൽ പറഞ്ഞാൽ കഴിഞ്ഞ വർഷം എനിക്ക് ഉണ്ടായിരുന്ന ഇൻകം 10 ലക്ഷമാണ്. ഈ വർഷം എനിക്കിപ്പോൾ 15 ലക്ഷം ഇൻകം ഉണ്ട്. അപ്പോൾ എനിക്ക് സെറ്റായി എന്ന് പറയുന്നുണ്ടായിരിക്കും. പക്ഷെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന എക്സ്പെൻസും അതുപോലെ ഡബിൾ ആയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മുടെ ഇൻകത്തിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റില്ല. നാളേക്ക് നിങ്ങൾ വളരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സത്യത്തിൽ ഈ നെറ്റ്വർത്താണ്. കുറച്ച് ഡിഫറെൻ്റ് ആണെങ്കിൽ പോലും ആക്ച്വലി ഇത് മെഷർ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ആക്ച്വലി അറിയാൻ പറ്റുന്നതാ നമ്മൾ എന്താണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് നമ്മളുടെ കറന്റ് ലെവൽ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താണ് നെറ്റ്വർത്ത് എന്ന് മനസ്സിലായോ? ആക്ച്വലി നമ്മുടെ ആസ്തി എന്ന് പറയാം അല്ലേ. അതായത് ആക്ച്വലി നമുക്ക് എന്ത് വാല്യൂ ഉണ്ട്, അതെങ്ങനെയാ? അതായത് നമ്മൾ ഹോൾഡ് ചെയ്യുന്ന നമ്മുടെ അസെറ്റ്സും നമുക്കുള്ള നമ്മുടെ കടങ്ങളും തമ്മിൽ എന്ത് ഡിഫറൻസ് ഉണ്ടോ, അതാണ് നമ്മളുടെ നെറ്റ്വർത്ത് എന്ന് പറയുന്നത്. ആക്ച്വലി അതല്ലേ ശരിക്കും നമ്മളുടെ ഒരു മൂല്യം എന്ന് പറയുന്നത്. ഇപ്പം എനിക്കൊരു 20 ലക്ഷത്തിൻ്റെ കാർ ഉണ്ടായിരിക്കാം, അത് ഞാൻ 20 ലക്ഷവും കടത്തിലായിരിക്കാം വാങ്ങിയിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഉണ്ടോ? നേരത്തെ പറഞ്ഞ പോയിന്റിനെ കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ നമ്മൾ ഷോക്ക് അല്ലെങ്കിൽ പുറത്തേക്ക് കാണിക്കാൻ നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിന് പാരലലായിട്ട് ഫണ്ടമെന്റലി നമ്മൾ വളരുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടതാണ്. ഇവിടെ ഇപ്പോൾ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഒരു ഏർലി സ്റ്റേജിലാണെങ്കിൽ വളരെ ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കാം. അതായത് നമുക്ക് ഉള്ള അസറ്റിനേക്കാൾ കൂടുതൽ കടങ്ങൾ ഉണ്ടായിരിക്കാം, ജീവിത സാഹചര്യങ്ങൾ, അതൊരു ഇഷ്യൂ ഉള്ള കാര്യമല്ല. പക്ഷെ നമുക്ക് നമ്മുടെ ഒരു ഗ്രോത്ത് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊന്ന് മെഷർ ചെയ്ത് നോക്കേണ്ടതാണ് ഈ ഒരു നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ഇയർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ഇൻകം കൂടുന്നുണ്ടെങ്കിലും ഇൻകം കുറയുന്നുണ്ടെങ്കിലും ഇവിടെ വരുന്ന ആക്ച്വൽ ചേഞ്ച് എന്താണെന്നുള്ളത്. കാരണം ഇത്രയും എഫേർട്ട് എടുത്ത് ട്രേഡിങ് പോലൊരു സ്കില്ല് ബിൽഡ് ചെയ്യുമ്പോൾ വൺ തിങ് ഇസ് ഷുവർ, ലൈക്ക് നമ്മളുടെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ലെവലിലേക്ക് ഫിനാൻഷ്യലി അല്ലെ ഒരു ഫ്രീ ആയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ശരിക്കും മൂവ് ചെയ്യുന്നുണ്ടോ, പ്രോഗ്രസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യേണ്ടതാണ്? അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ഇയർ നമ്മളുടെ നെറ്റ്വർക്ക് എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ മെഷർ ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ്. ദെൻ ഫൈനൽ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, പൈസ എന്ന് പറയുന്നത് ആക്ച്വലി എന്തിനാ പൈസ? ട്രാൻസാക്ഷൻസിന് വേണ്ടിയിട്ടാണ് പൈസ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, ശരിയല്ലേ? പണ്ടുണ്ടായിരുന്ന സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് സാധനങ്ങൾ വാങ്ങണം വിൽക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു മീഡിയം എന്ന രീതിയിലാണ് ഈ പൈസ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്.
പക്ഷെ നമ്മളത് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ അതിന് പിന്നാലെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ ഓട്ടം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും നിർത്താനായിട്ട് കഴിയൂല. സോ ശരിയാണ്, ഇതിനൊക്കെ പൈസ ആവശ്യമുള്ള കാര്യമാണ്. പക്ഷേ അതെന്ന് പറയുന്നത് അതിനൊരു ടൂളായിട്ട് മാത്രം കണ്ടാൽ മതി. എന്തിനുള്ള ടൂള്? നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളായിട്ട് മാത്രം. അപ്പം അതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? അത് ബിൽഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം, അത് മാനേജ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം, അത് വളരാനുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന എൻഡ് പോയിന്റിലോട്ട് വളരെ ഹാപ്പി ആയിട്ട് നമുക്ക് എത്താനും കഴിയുന്നതാണ്. ഇവിടെ ആക്ച്വലി ഞാൻ ഡിസ്കസ് ചെയ്ത ഒരു 7 പോയിന്റ്സ് എന്ന് പറയുന്നത് ബേസിക്കലി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ യൂസ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. ഇപ്പോൾ ഒന്നും ചെയ്യാത്ത അല്ലെങ്കിൽ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യണം എന്ന് തോന്നുന്ന ഒരാൾക്ക് പോലും ഈസിലി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് 7 പോയിന്റ്സ്. ഫസ്റ്റ് വൺ, പേ യുവർ സെൽഫ് ഫസ്റ്റ്. നമുക്ക് വേണ്ടിയിട്ട് ആരെയാണ് നമ്മൾ ആദ്യം അത് സ്പെൻഡ് ചെയ്യേണ്ടത്. അതൊരിക്കലും മീൻ ചെയ്യുന്നത് ലാവിഷായിട്ട് സ്പെൻഡ് ചെയ്യണമെന്നോ നമുക്ക് വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്താൽ മതി എന്നോ ഉള്ള അർത്ഥത്തിലല്ല. നമ്മളെയും നമ്മൾ ആദ്യം കൺസിഡർ ചെയ്തിട്ടുണ്ടായിരിക്കണം അറ്റ്ലീസ്റ്റ്. സെക്കൻഡ് തിങ്, ഓട്ടോമേഷൻ. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. എപ്പോൾ എവിടെ എന്ത് ചെയ്യണമെന്ന് നമുക്ക് തന്നെ ഡിസൈഡ് ചെയ്താൽ പിന്നെ നമ്മളുടെ ഇൻവോൾവ്മെന്റ് ഇല്ലാതെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നതാണ്. തേർഡ് തിങ്, സ്കെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കേണ്ടത് അതിനെ ഒരു റേഷ്യോ അല്ലെങ്കിൽ പെർസെൻറ്റേജ് പെർസ്പെക്റ്റീവിൽ ചെയ്താൽ മാത്രമേ നമുക്കതിനെ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ നാളത്തെ നമ്മുടെ ലെവലിലേക്കും സ്കെയിൽ ചെയ്ത് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ദെൻ ബിൽഡ് അസറ്റ്സ്. നമുക്ക് വേണ്ടി ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്യുന്ന അസറ്റ്സ് ആണ് നമ്മൾ പാരലൽ നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. കൂടെ ഇൻകം സ്കെയിൽ ചെയ്യും വേണം, അതിനെ പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്യും വേണം. ആക്ച്വലി നമ്മൾ ഗ്രോ ചെയ്യുന്നുണ്ടോ, ശരിക്കും നമ്മൾ വളരുന്നതാണോ അതോ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ദെൻ ഫൈനൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ഇതൊരു ടൂളാണ്. നമുക്ക് വേണ്ട കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു ടൂൾ. പ്രോപ്പറായിട്ട് യൂസ് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പോയിന്റിലോട്ട് എത്തിയിരിക്കുന്നുണ്ടാകും. അതായത് നമ്മൾ എന്ത് കാര്യം ചെയ്യുന്ന സമയത്തും നമുക്കായിട്ട് എന്തെങ്കിലും നമ്മൾ മാറ്റി വെക്കണ്ടേ, നമുക്കായിട്ടൊരു കൺസിഡറേഷൻ വേണ്ടേ. ആക്ച്വലി നമ്മളത് ചെയ്തില്ലെങ്കിൽ വേറെ ആരാ ചെയ്യുക? ഇപ്പം ഞാൻ എന്നെ കൺസിഡർ ചെയ്തില്ലെങ്കിൽ വേറൊരാൾ എന്നെ കൺസിഡർ ചെയ്യുന്നു, അവർ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നതിൽ കാര്യമുണ്ടോ? അപ്പം നമുക്ക് വേണ്ടി ചെറിയൊരു ആക്ഷൻ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു ആക്ഷനാണത്. ദെൻ സെക്കൻഡ് തിങ്, ഓൾമോസ്റ്റ് എല്ലാവർക്കും ചെയ്യാൻ പറ്റേണ്ടതാണ്, അതിനെപ്പറ്റി എല്ലാവർക്കും അറിയുന്നതുമായിരിക്കും. ഇപ്പം ഇൻവെസ്റ്റ്മെന്റ്സ് മുതൽ നമുക്ക് ഉണ്ടാവുന്ന ഓൾമോസ്റ്റ് എല്ലാ EMIs ആണെങ്കിലും ഈസിലി ഓട്ടോമേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആയിട്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നതാണ് 7th വൺ, മണി ഒരു ടൂൾ എന്ന രീതിയിൽ കൺസിഡർ ചെയ്യാന്ന് പറയുന്നത്. കാരണം എന്താ? കാരണം അതല്ലെങ്കിൽ നമ്മളിങ്ങനെ അതിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടേ ഇരിക്കുകയുള്ളൂ. അതിൻ്റെ പിന്നാലെ ഓടേണ്ട ആവശ്യമില്ല. അതിനെ നമുക്ക് പ്രോപ്പറായിട്ടൊന്ന് നോക്കാൻ പറ്റിയാൽ മതി, മാനേജ് ചെയ്യാനായിട്ട് പറ്റിയാൽ മതി. സോ ഈ ഒരു 7 പോയിന്റ്സ്, ഈ ഒരു 7 ഹാബിറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങളെ ചെറിയൊരു മാറ്റം, ഐം ഷുവർ ഇത് നിങ്ങളെ പെട്ടെന്ന് തന്നെ നിങ്ങളെ നാളെ റിച്ച് ആക്കും എന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല. ഈ ഒരു കാര്യം ചെയ്തുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി ഓവർനൈറ്റ് നിങ്ങൾ റിച്ച് ആവുന്നും ഇല്ല. ഇത് ആക്ച്വലി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവുക ലെറ്റ്സ് സേ ഒരു നെക്സ്റ്റ് ഒരു 5 years അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു 1 year കഴിയുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു ലെവലിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, ഫിനാൻഷ്യലി നിങ്ങളെ ഒന്ന് സ്കെയിൽ ചെയ്യാനായിട്ട് ഈ ഹാബിറ്റ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇത് മാത്രമല്ല വേണ്ടത്, പക്ഷെ അറ്റ്ലീസ്റ്റ് ഈ കാര്യങ്ങൾ ശീലിച്ചു തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതുമായി അസോസിയേറ്റഡ് ആയി നിൽക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് കഴിയുന്നതാണ്. ചെയ്യും എല്ലാവരും? ചെയ്യും തീർച്ചയായിട്ടും. സോ ഇതിൽ മറ്റൊരു കാര്യം, എല്ലാതും കൂടി ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ട ഒരാൾ തന്നെ. അത് പ്രാക്ടിക്കലി പോസിബിൾ ആവണമെന്നില്ല ഒരുമിച്ച്. നമുക്കിവിടെ ഏതെങ്കിലും ഒരു കാര്യം, അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു ചെറിയ കാര്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അത് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ സെക്കൻഡ് തിങ്, തേർഡ് തിങ് ആയിട്ട് മാത്രം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് സ്കെയിൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നതാണ്, അല്ലെങ്കിൽ അഡാപ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നതാണ്. ഇപ്പോൾ ഒരു ഫൈനൽ നോട്ട് എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ, ഒരു ചൈനീസിലുള്ളൊരു സെയിങ് ആണ്, അത് ഇംഗ്ലീഷിലാണ് ഇവിടെ എഴുതി വെച്ചതെന്ന് മാത്രം. നമുക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ആക്ച്വലി 20 years മുമ്പായിരുന്നു. ഒരു ചെടി നമുക്ക് നടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല സമയം 20 വർഷം മുമ്പായിരുന്നു എന്നാണ് പറയുന്നത്. ഇനിയുള്ള ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ നിമിഷമാണ്. കാരണം നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ എന്തെങ്കിലും ചെയ്തു തുടങ്ങുന്ന സമയത്ത് നാളെ ചെയ്യാമെന്നായിരിക്കും വിചാരിക്കുന്നുണ്ടാവുക.
അല്ലേ? എല്ലാത്തിലും ഞാനടങ്ങുന്ന എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും. പക്ഷെ എന്തെങ്കിലും കാര്യം നമുക്ക് നല്ലത് ചെയ്യാനുണ്ടെങ്കിൽ അതിന് ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഇപ്പോഴാണ്, ഈ ഒരു നിമിഷം. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ മാത്രമല്ല, ഇനി വരാൻ പോകുന്ന സെഷൻസിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും നിങ്ങൾക്ക് ആക്ച്വലി വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി യൂസ്ഫുൾ ആകും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെ അപ്ലൈ ചെയ്ത് പോകാൻ തുടങ്ങുന്നതാണ്. കാരണം നാളത്തേക്ക് വെച്ചാൽ ആക്ച്വലി അത് പിന്നെ അനദർ ഡേ ആവും, അങ്ങനെ മാറി 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 പല നാളുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. സോ ഇന്നത്തെ ഈ ഒരു പർട്ടിക്കുലർ സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. സോ